ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ടൂറിസം മേഖലയിൽ കേരളം വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ കെഎസ്യു പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനയുടെ കരുത്തും പോരാട്ടവീര്യവും വിളിച്ചോതുന്ന കളരി ലീപ് സമുദ്രാഭ്യാസത്തിന് വേദിയായി ലക്ഷദ്വീപ്. യുവജന കമ്മീഷന്റെ 2025-26 യുവപ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഐസിസി T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്ക ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പത്നി സാറ നെതന്യാഹുവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ടെൽ അവീവ് വിമാനത്താവളത്തിലെത്തി. ഹാർദമായ വരവേൽപ്പിന് നന്ദി അറിയിച്ച ശ്രീ മോദി സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്ന പ്രത്യാശയും പങ്കുവച്ചു. ബെന്യാമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ഇസ്രായേൽ പാർലമെന്റ് നെസെറ്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേലിലെ ഇന്ത്യൻ വംശജരെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ടൂറിസം മേഖലയിൽ വലിയ പുരോഗതിയാണ് സംസ്ഥാനം കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിന് സമീപം പ്രവർത്തനം തുടങ്ങിയ KTDC പഞ്ചനക്ഷത്ര ഹോട്ടൽ മലബാർ കോർട്ട്യാർഡ് റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ സഞ്ചാരികളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ചുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര ടൂറിസം വികസന പ്രവൃത്തികളുടെ 1ാം ഘട്ടം പൂർത്തിയായതായും അറിയിച്ചു. മുഴപ്പിലങ്ങാടിന്റെ പ്രത്യേകത ഡ്രൈവ് ഇൻ ബീച്ചിന്റേതാണ്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ഇൻ ബീച്ചാണ്. ഇക്കാലത്ത് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ സവിശേഷമായ ഇടം ഈ ബീച്ച് നേടിയിരിക്കുകയാണ്. ആഭ്യന്തര സഞ്ചാരികളെയും വിനോദസഞ്ചാരികളെയും കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്ന നിലയിൽ മുഴപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം ബീച്ച്, ധർമ്മടം ഐലൻഡ് ഇതിന്റെയെല്ലാം ടൂറിസം വികസനം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കണ്ണൂരിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. കഴുത്തിനും കൈക്കും പരിക്കേറ്റ മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് പ്രതിഷേധം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിനാണെന്നും ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ് നടന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മന്ത്രിയെ ആക്രമിച്ചത് അത്യന്തം അപലപനീയമാണെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തു പോകുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ലെന്നും പ്രവർത്തകർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ദക്ഷിണ വ്യോമസേനയുടെ കരുത്തും പോരാട്ടവീര്യവും വിളിച്ചോതുന്ന കളരി ലീപ് സമുദ്രാഭ്യാസത്തിന് വേദിയായി ലക്ഷദ്വീപ് മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സമുദ്രമേഖലയിൽ മറ്റു സേനാ വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ലക്ഷദ്വീപ് മേഖലയിൽ നടത്തിയ കളരി ലീപ് പരിശീലന പരിപാടികൾ. സായുധ സേനയുടെ പ്രത്യേക ഓപ്പറേഷൻസ് വിഭാഗം, തീരസംരക്ഷണ സേന എന്നിവയുമായി ചേർന്നായിരുന്നു വ്യോമസേന ദക്ഷിണ കമാൻഡിന്റെ അഭ്യാസ പ്രകടനങ്ങൾ. ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള ദൌത്യങ്ങൾ, കപ്പലുകൾക്കെതിരെയുള്ള ദൌത്യങ്ങൾ, കടലിലെ തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി മിനിക്കോയ് അടക്കം ലക്ഷദ്വീപിന്റെ വിവിധ മേഖലകളിൽ നടത്തി. വ്യോമസേനാ വിമാനങ്ങൾക്ക് പുറമെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ, ഡോർണിയർ 228, ജെമിനി ബോട്ടുകൾ, ഫൈറ്ററുകൾ തുടങ്ങിയവയെല്ലാം പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2025-26 യുവപ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഏഷ്യയിലെ ആദ്യ ഹാൻഡ്സ് ഫ്രീ വനിതാ ഡ്രൈവർ ജിലുമോൾ മരിയറ്റ് തോമസ്, യൂണിവേഴ്സിറ്റി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശാരദാ ദേവി, പഞ്ചഗുസ്തി ദേശീയ താരം അമൽ ഇക്ബാൽ എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ശാരീരിക മാനസിക പരിമിതികളെ അതിജീവിച്ച് സമൂഹത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയും യുവതയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്ത യുവജനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ജിജിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധത അറിയിച്ചു. കരൾ, വൃക്ക, ഹൃദയം, പാൻക്രിയാറ്റിക് ഗ്രന്ഥി, കോർണിയ എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്യുക. ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു ജിജിൻ. സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തിയ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് സപ്ലൈകോ.
പറക്കോട്, മാവേലിക്കര, നെയ്യാറ്റിൻകര ഡിപ്പോകളിലെ മാവേലി കസ്റ്റോഡിയൻ തസ്തികയിലെ ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ മാസത്തെ വിൽപ്പനയ്ക്കായി സബ്സിഡി സാധനങ്ങളുടെ ആവശ്യകത അറിയിക്കാൻ കഴിഞ്ഞ മാസം കേന്ദ്ര കാര്യാലയം ഡിപ്പോകളോട് ആവശ്യപ്പെട്ടിരുന്നു. ജീവനക്കാർ സബ്സിഡി സാധനങ്ങൾക്ക് ആവശ്യകതയില്ല എന്ന് അറിയിക്കുകയും സാധനങ്ങൾ സ്റ്റോക്കില്ലാതെ വിതരണം തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആക്കുളം ചേറ്റുവ ജലപാത ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യും. ചിലക്കൂർ തുരങ്കത്തിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കും ദൃശ്യ ശ്രവ്യ പ്രദർശനത്തിനും നാളെ തുടക്കമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാത മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഹബ്, രാജ്യത്തെ മുൻനിര ജലാധിഷ്ഠിത ടൂറിസം കേന്ദ്രം എന്നീ നിലകളിലുള്ള കേരളത്തിന്റെ വളർച്ചയെ വേഗത്തിലാക്കും. കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ചിലക്കൂർ ടൂറിസം പദ്ധതി, സോളാർ ബോട്ട് എന്നിവയുടെ നടത്തിപ്പ് ചുമതല സംബന്ധിച്ച ധാരണാപത്രവും കൈമാറും. ടൂറിസം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദൃശ്യശ്രവ്യ പ്രദർശനം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇലക്ട്രിക് ബോട്ട് സിയാൽ പുറത്തിറക്കും. വിവിധ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആക്കുളം ചേറ്റുവ ജലപാത സംസ്ഥാന സർക്കാരിന്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സാമൂഹിക ഉൾച്ചേർക്കൽ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത രാജ്യത്തെ ആദ്യ മാതൃകാ സംയോജിത പുനരധിവാസ ഗ്രാമത്തിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുടക്കമാകുന്നു. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒന്നിച്ചു താമസിക്കാനും എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം നാളെ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. NCC ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ വീരേന്ദ്ര വാട്സ് 3 ദിവസത്തെ സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തി. കേരളം ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ രമേശ് ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. സംസ്ഥാനത്തിന്റെ കേരളം എന്ന പേരുമാറ്റം നാടിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ തുടക്കമാണെന്നും 7 പതിറ്റാണ്ടായി നീണ്ട പ്രശ്നം പരിഹരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നതായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പൈതൃകത്തെ ആദരിക്കുന്നതിൽ പേരുമാറ്റം അനിവാര്യമായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടരുന്നു. 2 ദിവസത്തെ പരിശോധനയിൽ 12 കെട്ടിടങ്ങളുടെ പരിശോധന പൂർത്തിയായി. കാരപ്പറമ്പ് മത്സ്യ മാർക്കറ്റ് കെട്ടിടം, പുതിയങ്ങാടി മാർക്കറ്റ് കെട്ടിടം എന്നിവ ഇതുവരെ നടന്ന പരിശോധനയിൽ അടിയന്തര നടപടി ആവശ്യമുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം കെട്ടിടങ്ങളിൽ നിന്ന് നിലവിലുള്ള സംവിധാനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കും. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ന് ശ്രീലങ്ക ന്യൂസിലൻഡിനെ നേരിടും. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7-നാണ് മത്സരം. സൂപ്പർ 8-ലെ ഇന്ത്യ സിംബാബ്വെ മത്സരം നാളെയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ കർണാടകയ്ക്കെതിരെ ജമ്മു കശ്മീർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 527 റൺസ് എന്ന നിലയിൽ. കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് മത്സരം നടക്കുന്നത്. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് ഉയർന്ന് 82,276-ലും നിഫ്റ്റി 58 പോയിന്റ് ഉയർന്ന് 25,482-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 1,18,720 രൂപയാണ് ഇന്നത്തെ വില. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ശിലാസ്ഥാപനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ ഉദ്ഘാടനം ചെയ്യും. വയനാട് MP പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. ചൂരൽമലയിലെ 40 കെട്ടിട ഉടമകൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം കൈമാറും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ടൂറിസം മേഖലയിൽ കേരളം വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്ക്. മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദക്ഷിണ വ്യോമസേനയുടെ കരുത്തും പോരാട്ടവീര്യവും വിളിച്ചോതുന്ന കളരി ലീപ് സമുദ്രാഭ്യാസത്തിന് വേദിയായി ലക്ഷദ്വീപ്. യുവജന കമ്മീഷന്റെ 2025-26 യുവ പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്ക ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.